ശമല ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തോ അതിൻ്റെ പേരെന്തുവാ? ചറുമുറു എന്ന് പറയുന്ന ഒരു ഐറ്റമാണ്. കാസർഗോഡ് ഭാഗത്തൊക്കെ ധാരാളമായിട്ട് ആൾക്കാർ കഴിക്കുന്ന ഒരു ഐറ്റം. നമുക്കത് ഇവിടെ ഒന്ന് ചെയ്ത് നോക്കിയാലോ എന്നാ? അപ്പം ആദ്യമേ തന്നെ നമുക്ക് ഈ സവോളയൊക്കെ നോക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ 2 സവോള എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു 2 പഴുത്ത തക്കാളിയും കൂടെ അങ്ങോട്ട് എടുക്കുക, 2 പച്ചമുളക്, നല്ല 2 ക്യാരറ്റ് അങ്ങോട്ട് എടുക്കുക. ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഇതേപോലെ മിക്സിയുടെ ജാറിൻ്റെ അകത്തിട്ടിട്ട് ഒന്ന് കറക്കി എടുത്താൽ മതി. ഒരല്പം വെളിച്ചെണ്ണ ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. 2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ്. ഇത് നല്ലൊരു പേസ്റ്റ് പോലെ ആകും. നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും തക്കാളിയും പച്ചമുളകും ഒക്കെ ഇങ്ങോട്ടിട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഈ ക്യാരറ്റ് ജാറിൻ്റെ അകത്തുനിന്ന് ഇങ്ങോട്ടിട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുറച്ച് മല്ലിയില അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് 2 കോഴിമുട്ട, പുഴുങ്ങി വെച്ചിരിക്കുന്ന കോഴിമുട്ട അതുകൂടെ ഒന്ന് അരിഞ്ഞെടുക്കുക. അപ്പോൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കും. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഐറ്റം എന്ന് പറഞ്ഞാൽ ഈ മലര. ഇത് നമ്മുടെ ആവശ്യത്തിന് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഒരു അല്പസമയം എടുക്കണം, അന്നേരം ഇതിൻ്റെ ആ ടേസ്റ്റ് കറക്റ്റായിട്ട് ഇങ്ങോട്ട് പോരത്തുള്ളൂ. കുറച്ച് സമയമായി ഇളക്കി തുടങ്ങിയിട്ട്. ശമല ഇത് കഴിച്ചു നോക്കി ശമലെ, കഴിച്ചു നോക്കി ശമലെ. സത്യസന്ധമായിട്ട് പറയണം, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ട് തിന്നുക, പക്ഷെ നല്ല രുചിയുണ്ട്. പക്ഷേ ഇതിനകത്ത് ഇനി ഓരോ ഐറ്റം കൂടെ ഉണ്ട്. ഉണ്ടോ? എന്നാൽ അതുകൂടെ ചെയ്യാം. എന്നാൽ അതുകൂടെ കഴിച്ചിട്ട് നമുക്ക് ബാക്കി പറയാം. ഒരു പാൻ അങ്ങോട്ട് അടുപ്പത്തിട്ട് കൊടുക്കുക. ഒരു കോഴിമുട്ട ഇതങ്ങോട്ട് പൊട്ടിച്ചങ്ങോട്ട് ഒരല്പം ഉപ്പ് പൊടി ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുക. ഒരല്പം കുരുമുളക് പൊടി. നല്ല രസകരമായ ഒരു ഐറ്റം, നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞ പോലെയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെയ്തു നോക്കുക, നിങ്ങൾക്കും ഇഷ്ടപ്പെടും.